വയനാട്ടിൽ തണ്ണീർക്കൊമ്പിന് പിന്നാലെ കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കൂടി എത്തിയതായി ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ. തണ്ണീർക്കൊമ്പിന്റെ വിവരങ്ങൾ കൃത്യസമയത്ത് കർണാടക വനം വകുപ്പ് ലഭ്യമാക്കിയില്ലെന്ന് KS ദീപ പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ആനയെ മയക്കുവെടി വെച്ചതെന്നും അവർ വ്യക്തമാക്കി. വയനാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു മോഴയാന എത്തിയത്. മുത്തങ്ങയിലാണ് ഈ ആനയെ ആദ്യം കണ്ടത്. ഇപ്പോൾ സൗത്ത് വയനാട് ഡിവിഷനിലെ പാതിരി മേഖലയിലുണ്ടെന്നാണ് വിവരം. ആനയെ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. ആനയുടെ കാൽപ്പാടുകൾ ഒരു 50 മീറ്ററിന് ദൂരെയാണ് തിരിച്ചിട്ടുള്ളത്. ഈ മരിച്ച ബോഡിയുടെ അടുത്ത് കാൽപ്പാടുകളില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് അവരുടെ ഒരു ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. പക്ഷെ അതിന്റെ പോസ്റ്റ്മോർട്ടം കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. തണ്ണീർക്കൊമ്പന്റെ റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക ലഭ്യമാക്കിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ദിവസം രാവിലെയാണ്. അതേസമയം തണ്ണീർക്കൊമ്പന്റെ വീഡിയോ കോളർ വിവരങ്ങൾ കർണാടക ലഭ്യമാക്കിയിട്ടില്ലെന്നും അവിചാരിതമായാണ് ആന പ്രദേശത്തെത്തിയതെന്നും KS ദീപ പറഞ്ഞു. ഇങ്ങനെ സ്പോട്ട് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ ഇതിന്റെ ഐഡിയും പാസ്വേഡും നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐഡിയും പാസ്വേഡിന്റെയും അത് തന്നു കഴിഞ്ഞാലും നമുക്ക് വലിയ ഗുണമില്ല. കാര്യം 5 to 8 hours വരെ ലാഗ് വരും. ഇന്ന സ്ഥലത്താണെന്നുള്ളത് നമുക്ക് അതിന്റെ സിഗ്നൽ കിട്ടി വരുമ്പോഴേക്കും അതൊരു 8 hours കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത സ്ഥലത്തേക്ക് അത് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതില് റേഡിയോ കോളർ ഇതൊരു എലിഫന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് അതിന്റെ റിസീവറും ആന്റിനയും കിട്ടാന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരുടെ ഒരു ടീം അതായിട്ട് വന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഈ മേഖലയിലാണുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഐഡിയും പാസ്വേഡും വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഇതിന് ട്രാക്കിംഗ് എളുപ്പമല്ല. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പും ശേഷവും ഫോട്ടോ എടുത്തത് ഡോക്യുമെന്റേഷന്റെ ഭാഗമായാണ്. കർണാടക വനം വകുപ്പ് ഔദ്യോഗികമായി എടുത്ത ഫോട്ടോ ചോർന്നത് എങ്ങനെയെന്നറിയില്ലെന്നും KS ദീപ പറഞ്ഞു. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ വിദഗ്ധ സമിതി വയനാട് മാനന്തവാടിയിലെത്തി തെളിവെടുപ്പുകൾ ആരംഭിച്ചു. തസ്ലീം പുന്നക്കാടൻ, ജയ്ഹിന്ദ് ന്യൂസ്, വയനാട്.